ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റൻ ഇതാണ്, എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്ന രണ്ട് ഫംഗ്ഷൻ. അപ്പൊ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ചോദ്യമാണ് വന്നിരിക്കുന്നത്. ദെൻ റേഞ്ച് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഗ്രാഫ് ഒന്ന് ജസ്റ്റ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ മക്കളെ, അപ്പൊ നോക്കിയും എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, അപ്പം എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് മീനിങ് എന്താ മക്കളെ? എഫ് ഓഫ് ജി ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് അല്ലെ. എഫ് ഓഫ് എക്സിനകത്ത് എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ജി ഓഫ് എക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെ മാറും എന്നൊന്ന് നോക്കിക്കേ മക്കളെ. നോക്കാം, ഇവിടെ എല്ലാം എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ജി ഓഫ് എക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെയും എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജി ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫംഗ്ഷനെ റീപ്ലേസ് ചെയ്ത് എഴുതുവാണ്. നോക്കിക്കേ, 2 + 2 g of x അല്ലെ. Then അതിന്റെ റേഞ്ച് അവിടെ നമുക്ക് എഴുതാം. Then 1 - g of x divided by 3. Okay. Then -1 less than or equal to g of x less than 0. Then 0 less than g of x less than or equal to 3. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പം ഇതാണ് നമ്മൾ എന്ത് എഴുതിയത്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇപ്പൊ നമ്മൾ എഴുതിയത് അല്ലെ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ജി ഓഫ് എക്സിന്റെ ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഏതാണ്? ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ജി ഓഫ് എക്സിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ജി ഓഫ് എക്സിന്റെ ഗ്രാഫ് ഞാൻ ഇങ്ങോട്ടേക്ക് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ എക്സ് ആക്സിസ് വരുന്നുണ്ട്, വൈ ആക്സിസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ജി ഓഫ് എക്സിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ മക്കളെ, 0 to 1 വരെയുള്ള ഇന്റർവെല്ലിൽ നമുക്ക് വാല്യൂ ഏതാ വരുന്നത്? എക്സ് ആണ് അല്ലെ. അപ്പൊ 0 to 1 ഇതാണ് നമ്മുടെ 0, ദെൻ ഇതാണ് നമ്മുടെ 1 എന്ന് കരുതുക. എന്നാൽ 0 to 1 ബിറ്റ്വീൻ നമുക്ക് എന്താ വാല്യൂ വരുന്നത്? എക്സ് ആണ് വരുന്നത്. ഇത് എക്സ് ആണ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത്? -x വരും. എപ്പോഴാണ്? -3 to 0 എന്നുള്ള ഇന്റർവെല്ലില്. ഓക്കെ, ക്ലിയർ ആണല്ലോ. -3 to 0 എന്ന് പറയുമ്പോഴത്തേക്ക് -3 ഏകദേശം ഇവിടെ ആയിട്ട് നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പം നമുക്ക് -3 to 0 എന്നുള്ള ഇന്റർവെല്ലിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും? നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതാണ് നമ്മുടെ ജി ഓഫ് എക്സിന്റെ ഗ്രാഫ്. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? -x ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തതാണ്ട് ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഒന്ന് നോക്കിക്കേ. നമ്മുടെ ജി ഓഫ് എക്സിന്റെ ഗ്രാഫ് നോക്കിക്കേ. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് ആണ് അല്ലെ. ജി ഓഫ് എക്സ് നമ്മൾ പോസിറ്റീവ് ആണ്. അപ്പൊ എന്താണ്? നമുക്ക് ഈ ഇന്റർവെൽ എന്ത് ചെയ്യാൻ പറ്റും? റിജക്ട് ചെയ്യാൻ പറ്റും. ഈ ഇന്റർവെൽ എന്ന് പറയുന്നത് -1 to 0 എന്നുള്ള ഇന്റർവെല്ലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ഈ ഇന്റർവെൽ നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഈ ഒരു ഇന്റർവെല്ലിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ റേഞ്ച് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും മക്കളെ? നമ്മൾ ഈ ഫംഗ്ഷനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് എഴുതാൻ പോവാണ്. എഫ് ഓഫ് ജി ഓഫ് എക്സിനെ ഒന്ന് നമ്മൾ റീപ്ലേസ് ചെയ്ത് എഴുതാൻ പോവാണ്. അപ്പൊ എന്താ വരുന്നത്? ഫസ്റ്റ് ഇന്റർവെൽ നോക്കണം. ഈ ഇന്റർവെൽ 0ക്കും 1നും ബിറ്റ്വീൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇന്റർവെൽ ഞാൻ എഴുതുന്നു 0 less than x less than or equal to 1. ഓക്കെ, ഈ ഇന്റർവെലിന്റെ സമയത്ത് എന്താ എക്സിന്റെ വാല്യൂ വരുന്നത്? എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് മാത്രമല്ലേ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 - g of x by 3. അപ്പൊ g of x-ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കണം? എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് വരും? ഇത് 1 - x by 3 എന്ന് വരും. ക്ലിയർ ആണല്ലോ. അടുത്തത് എന്താ വരുന്നത്? നെക്സ്റ്റ് ഈ ഇന്റർവെൽ ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് വരും? -3 less than or equal to x less than or equal to 0. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് എക്സിന്റെ വാല്യൂ എന്താണ്? -x ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? -x ഈ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 1 - of x by 3. അപ്പൊ 1 + x by 3 എന്ന് വരും. 1 + x by 3 എന്ന് വരും. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സിന്റെ എന്താണ്? റേഞ്ച് ആണ് വേണ്ടത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. ഓക്കെ, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത മക്കളെ ഫസ്റ്റ് ഈ എക്സിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലെ. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് 0 ആയി പോകും. ദെൻ നമുക്ക് 1 വാല്യൂ വരും. ദെൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/3 കിട്ടും അല്ലെ. അപ്പൊ ഇതിന്റെ ഇന്റർവെൽ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2/3ഉം ദെൻ നമുക്ക് എന്ത് കിട്ടും? 1ഉം കിട്ടും അല്ലെ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് എന്ത് വരും? ഇവിടെ നിങ്ങൾ -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -3/3 എന്ന് പറയുമ്പോൾ 1 ആണ് വരുന്നത് അല്ലെ. അപ്പൊ 1 - 1 വരും. അപ്പൊ ഈ വാല്യൂ എന്തായി മാറും? 0 ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്ത് നിങ്ങൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1 വരും. ക്ലിയർ അല്ലേ മക്കളെ? 1 വരും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇതിന്റെ റേഞ്ച് നോക്കുമ്പോൾ നോക്കിക്കേ. ഇവിടെ നമുക്ക് 2/3 ഉണ്ട്. ഇവിടെ അപ്പോൾ 0ക്കും 1നും ബിറ്റ്വീൻ ആണ് നമ്മുടെ എന്ത് കിട്ടുന്നത്? നമ്മുടെ റേഞ്ച് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മുടെ ആൻസർ.